സുക്കൂരെ കളിക്കാൻ പോണ്ട, ഈ പത്തിരി എന്നിട്ട് പോയാ മതി. ഞാൻ കളിച്ചു വന്നിട്ട് തിന്നു ഉമ്മച്ചിയെ. സുക്കൂറിനോടാണ് പറഞ്ഞ പത്തിരി എന്നിട്ട് പോയാ മതി. ഞാൻ കളിച്ചു വന്നിട്ട് തിന്നു. മറിയേ മാറിയേ പോയിണ്ടാവും, ഓള് പോയിട്ടുണ്ടാവും. ഞാനിവിടെ വീടിന്റെ വാടക പിടിപ്പിക്കാൻ വരുന്ന ദിവസമൊക്കെ ഓക്ക് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും. കല്യാണോ, വീട്ടിൽ കൂടലോ, കുത്തുബിറാത്തീപോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. 12 മാസമായി ഓളിന്റെ വീടിന്റെ വാടക തന്നിട്ട്. 12 മാസം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ 12 മാസമായിട്ട് എന്റെ വീടിന്റെ വാടക പിടിപ്പിക്കാൻ എനിക്ക് പറ്റിയില്ലേന്ന്. അതിനൊരു കാരണമുണ്ട്, ഞമ്മക്കൊരു വീക്ക്നെസ് ഉണ്ട്. അയ്യേ, ഇത് പത്തിരി, അരിപ്പത്തിരി. നമ്മള് വീടിന്റെ വാടക ചോദിക്കാൻ വരുന്ന ദിവസമൊക്കെ ഓള് പത്തിരി ചൂടും, ഞമ്മക്ക് തരും, ഞമ്മള് തിന്നും, ഞമ്മള് പോവും. വാടക മറക്കും. പക്ഷേങ്കില് ഇന്നോളെ കളി നമ്മളെടുത്ത് നടക്കൂലട്ടോ. അതിനുള്ള ചങ്കുറപ്പായിട്ടാണ് ഞമ്മള് വന്നത്. അതിനുള്ള ചങ്കുറപ്പ്. കല്ലർക്ക. അയ്യോ, ഇയാൾക്ക് ഞാൻ കുറച്ച് പൈസ കൊടുക്കാണ്ടല്ലോ. ഇയാരാണ്ടോ? ഇയാൾക്കെന്നെ മനസ്സിലായില്ല. ഞമ്മള് അബ്ദുൾ റഫീഖ്. അല്ലാ, അബ്ദുൾ റഫീഖാണ്. എന്തേ മോനെ, ഈ രാവിലെ കുളിച്ചു കുറിയൊക്കെ തൊട്ടിട്ട് അണ്ണാറക്കണ്ണൻ ശിബുവോ? ഈ എന്റെ അടുത്തുനിന്ന് വാങ്ങിയ പൈസ തിരിച്ചു വാങ്ങാൻ വേണ്ടിട്ട് 2 ദിവസമായിട്ട് എന്റെ ഗേറ്റിന്റെ മുമ്പിൽ ഞാൻ തിരിഞ്ഞു കളിക്കുന്നത്. 2 ദിവസമായിട്ട് നിങ്ങളെ വീടിന്റെ മുമ്പിൽ ഞാൻ വന്ന് തിരിഞ്ഞളിക്കല്ലെന്ന്. എന്തിന്? നിങ്ങക്ക് പൈസ തരേ. അയ്യേ, പൊട്ടുംപൊളി ഒഴിവാക്ക്. അന്നെ പിടുത്തം കിട്ടൂല. വെറുതെ അല്ലടാ അന്നെ അണ്ണാറക്കണ്ണൻ ശിബു എന്ന് വിളിക്കുന്നത്. അത് വിളിക്കല്ലേ? എന്റെ പേര് അണ്ണാറക്കണ്ണൻ ശിബു എന്നല്ലേ? അണ്ണാറക്കണ്ണൻ വിളിക്കണക്ക് ഇഷ്ടല്ല, അതിന്റെ ടൈറ്റ് പേരാണ്. ടൈറ്റ് പേര് ഈ അണ്ണാറക്കണ്ണൻ ശിബു എന്ന് പറഞ്ഞാൽ അന്നെ എല്ലാരും അറിയുള്ളൂ. അത് പറയരുത്. അത് പറഞ്ഞത് ഞാൻ എന്റെ അച്ഛനെ വരെ തല്ലിക്കണ്. അല്ലോ, എന്നാ പിന്നെ അന്നെ ഞാൻ അണ്ണാറക്കണ്ണാന്ന് നീ വിളിക്കുന്നില്ല. അന്നെ നീ നാട്ടുകാരും അണ്ണാറക്കണ്ണാന്ന് വിളിക്കൂല. ഇനി അണ്ണാറക്കണ്ണാന്ന് നാട്ടുകാർ വിളിച്ചിട്ടുണ്ട്, അന്നെ അണ്ണാറക്കണ്ണാന്ന് വിളിക്കരുത് എന്ന് ഞാൻ ഓരോട് പറയും. പോരെ അണ്ണാറക്കണ്ണ? അണ്ണാറക്കണ്ണ എന്റെ ഫോൺ അടിക്കുന്ന എടുക്കണ്ണാറക്കണ്ണ. ധാരാത്. ഹലോ, ഈ ഗാനം നിങ്ങളുടെ ഹലോ ടൂണായി സെറ്റ് ചെയ്യാൻ 9 അമർത്തുക. കൊണ്ടുപോടി നിങ്ങളുടെ മുലക്കമ്മലൊരു പണി. മേലാൽ ഈ പഞ്ചായത്തിൽ ഞാൻ കാലുത്തരാന്ന് എല്ലാം ആയിക്കോ, ഞാൻ ശരിയാക്കും. അണ്ണാനും കൊട്ടന് ഓൻ പോയി. അപ്പൊ ഓന് ഞാൻ കൊടുത്ത എന്റെ പൈസന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനിയിപ്പോ തിരിച്ചു കിട്ടൂല. ഇനിയിപ്പോ മറിയന്റെ വാടക ഉള്ളത്. ഓൾ ഇനിയിപ്പോ എന്ത് പത്തിരി ചുട്ടു തന്നാലും ഇന്നത് ഞാൻ വാങ്ങിട്ടേ പോവുള്ളൂ. ഓൾ അകത്തുണ്ട്. ഓളെ നമ്മൾ പുറത്തേക്ക് ചാടിച്ചേരാ. നിങ്ങൾ കണ്ടോളി. ഇതാ. ഹലോ ഹലോ, മറിയാണോ? അല്ല, അവിടെ കുത്തിയിരിക്കാണ്. മറിയല്ലേ? മറിയല്ല, നിങ്ങള് പോയി മറിഞ്ഞോളി. നിങ്ങൾ എന്തിനാ എന്നാ ചക്കയിരിക്കണ്? അല്ല, മറിയല്ലേ നീയോ? മറിയലൊക്കെ ഉണ്ടേനി, അതൊക്കെ ഒരു കാലം. ഹലോ, മറിയുമല്ലേ? മറിയുമല്ലേ? മറിയുമാണ്. ഞാൻ കലന്തരാജിയ. അല്ല, കലന്തരാജിക്കാണ്. അല്ല, നിങ്ങളെ പറ്റി ഇപ്പം വിചാരിച്ചിട്ടുള്ളു പത്തിരി ചുടുമ്പോ. അയ്യേ, ആ പത്തിരിന്റെ വർത്താനം അവിടെ നിർത്തിക്കാളിട്ടോ. അല്ല, നിങ്ങൾ എവിടെ ഉള്ളത്? ഞാൻ കുറച്ച് ദൂരെ. ദൂരത്താണ്. നിങ്ങൾക്ക് തരാനുള്ള വാടകയെല്ലാം എണ്ണി ഞാൻ വെച്ചിന് ഇവിടെ. വെച്ചിട്ടില്ലേ? എന്നാ നമ്മൾ ഇപ്പൊ അങ്ങോട്ട് വരാം. അല്ല, ഇപ്പൊ വന്നിട്ട് കാര്യമില്ല, ഞാനും ഇവിടെ ഇല്ല. എവിടാണ്? ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ്. അവിടെ എന്താണ്? നമ്മളെ ജബ്ബാറിന്റെ ഭാര്യ പെട്ടിട്ടുണ്ട്. ഉമ്മക്കുത്സവം 5 കുട്ടികളെ ഇരട്ട പറ്റിക്ക. 5 കുട്ടികളെ ഇരട്ട വരും? 5 കുട്ടികളെ പറഞ്ഞ പിന്നെ എന്താ പറയാ? 5 കുട്ടികളെ പറഞ്ഞതിന്റെ മാഞ്ഞാളം പറഞ്ഞിക്കാ അതിന്റെ വാടകന്റെ പൈസ കൊണ്ട് തന്നേക്കണ്ടിട്ടോ. നമ്മളിപ്പോ അങ്ങോട്ട് വരും. ഞങ്ങളിപ്പോ അങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല, 2 മാസം കഴിഞ്ഞിട്ട് പോന്നോളി. അതെ, 2 മാസത്തിന്റെ കണക്ക് നിങ്ങളെ ചെവിക്കുന്ന തരാറുണ്ടോന്ന്? 5 കുട്ടികളെയും കുളിപ്പിക്കണ്ടേ? ഈറ്റാരത്തിന് കിട്ടിയില്ല. ഈറ്റ ഓരോ പൊട്ടുമ്പോൾ ഈ നിർത്തിക്കാണ്ടിട്ടോ. നിങ്ങൾ 2 മാസം കഴിഞ്ഞിട്ട് പോരി കലന്തിനിക്കാ. എന്നാ പിന്നെ നമ്മള് പോട്ടെ, 2 മാസം കഴിഞ്ഞിട്ട് വരാം. പോന്നോളി. കലന്തം വന്നാല് കുലന്തം വന്നാല് പറ്റിക്കാൻ പറ്റൂല, മറിയനെ പറ്റിക്കാൻ പറ്റൂല. കലന്തം വന്നോട്ടെ കുലന്തം വന്നോട്ടെ പറ്റിക്കാൻ പറ്റൂല, മറിയനെ പറ്റിക്കാൻ പറ്റല്ലോ. ഇരട്ട പറ്റിക്ക 5 കുട്ടികൾ. കണക്ക് പ്രകാരം 5 ഉണ്ട്. ഈറ്റാരത്തിനെ കിട്ടി. നാട് തെരഞ്ഞോക്കി കിട്ടേറ്റാ. ബേബി മെമ്മോറിയൽ ആസ്പത്രി. ബേബിച്ചിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ വിചാരിച്ചത്? നിന്റെ വീടിന്റെ വാടക വാങ്ങാൻ വരുന്ന സമയത്തൊക്കെ ഈ തമാശ കളിക്കുക. 12 മാസമായി എന്റെ വീടിന്റെ വാടക വന്നിട്ട് എന്താ അതൊക്കെ തരിക? നിങ്ങൾ എന്തിനാ നിങ്ങൾ ചാടി കളിക്കണേ? ചായ ലേശം കുടിച്ചുകൂടെ? നിങ്ങൾക്ക് ചായ വേണോ? കുറച്ചെടുത്തോ. എന്താ എന്റെ ചായ കുടിപ്പിച്ചിരുത്താൻ പോകാണ് ഇവിടെ? എന്റെ സൽക്കാരം സ്വീകരിക്കാൻ വേണ്ടി വന്നോന്നല്ല, നമ്മളെ വീടിന്റെ വാടകയ്ക്ക് വേണ്ടി വന്നതാണ്. വാടകയ്ക്ക് നിങ്ങളെ സൽക്കരിക്കാൻ വേണ്ടി പറഞ്ഞോന്നല്ല. ഞാൻ സുക്കൂറിന് വേണ്ടി 10 ചായ ഉണ്ടാക്കി. അതിൽ 10 ഇങ്ങോട്ട് വേണോ ചോദിച്ചപ്പോ എന്റെ തെറ്റ്.
പത്തിരിണ്ട്? ഉം. പത്തിരിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ മറിയേ ഓന്തോടിയ വെയിലി വരെ കുറച്ച് അരിപ്പൊടി എടുത്ത് ചൂടുവെള്ളം കുടഞ്ഞിട്ട് കുഴച്ചിട്ട് ചെറിയ ഉരുളാക്കി കൈമല വെച്ചിട്ടൊരു പരത്തലുണ്ട്. അതെന്താണ്? പരത്തുക. അല്ല, പത്തിരി പരത്തഞ്ഞ് വെള്ളത്തിന്റെ ആവശ്യമില്ല. അതെ. മഴ പെയ്യുമ്പോൾ ആ തുപ്പല് തെറിക്കണം. ഓളൊരു തമാശ. ഈ പരത്തിയ പത്തിരി ചൂടോടെ ചുട്ടെടുത്തിട്ട് ഒരു കഷ്ണം പൊട്ടിച്ചിട്ട് ഒരു തിന്നലുണ്ട് എന്റെ പറയേ. അമ്മാതിരി പത്തിരിയാ. അമ്മ ഈ പത്തിരി നമ്മളെ പാവപ്പെട്ടവരല്ല, ഇത് പാവപ്പെട്ട പത്തിരി. ആ ഇടക്ക് അതും പറ്റും, എടുത്തോ. അല്ല, പത്തിരി വേണം പോലെ. ഒരു ഗ്ലാസ് ചായ വെച്ചപ്പോ പത്തിരിയായി. എന്താ മറിയ ഈ ദിക്റൊല്ലുന്ന്? അല്ല, ദിക്റ് ഇല്ല, പാട്ടോടെയാണ്. ദിക്റ് പാടിക്കിളിയേ പത്തിരി തിന്നാൻ ഉൾപ്പില്ലാണ്ട് പേരയിലേക്ക് കേറി വന്നാ ദിക്റ് പാടിക്കിളിയേ നീ ചൊല്ല് സുക്കുറേ. എന്തൊക്കെ തന്നെ ആണെങ്കിലും മറിയുണ്ടാക്കുന്ന പത്തിരി ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര പത്തിരിയാണ്. കുറച്ച് മുരിങ്ങന്റെ കറിയും കൂടി ഇപ്പൊ എന്ത് രസം അറിയോ. ഉമ്മച്ചി എന്റെ പത്തിരി അതി. കൊടുക്കല്ല, വേറെ ചുട്ടിലും വെച്ച് എന്റെ പത്തിരി അമ്മച്ചി അതി. നമ്മള് പേരെ നിറകണ്ടു സുക്കുറെ വിടാനാണ് പറഞ്ഞോട്. പത്തിരി അതി. വിട്ട് മാറി നിൽക്കാനാണ് പറഞ്ഞത്. വേറെ ചുട്ടരാന് എന്റെ പത്തിരി അതി. എന്താ മറിയ അവിടെ? ഇവിടെ കൊരങ്ങന്റെ കുട്ടീനെ പോറ്റുന്നുണ്ടോ? അല്ല, സുക്കൂറാണ് കല്ലെടുക്കാൻ ഉമ്മച്ചി എന്റെ പത്തിരി. എന്താവന്? ഓന് വല്ലാത്ത നാണാണ് നിങ്ങളുടെ ഇടയിലേക്ക് വരാൻ. എന്തിനാണ്ടാ നാണൊക്കെ? മാനവില്ലാണ്ട് ഉൾപ്പില്ലാണ്ട് കേറി വരണ്ടല്ലേ എങ്ങനെ? ഒന്നുമില്ല, അതാ നക്കിക്കോളി. അല്ല, തിന്നോളി. സുക്കൂറേ, സുക്കൂർ കൽതലിക്ക് അപ്പ വരട്ടെ. ഓനതാ പോരെ പൊളിച്ച് പന്തലിടുന്നുണ്ട്. ഭയങ്കര വികൃതിയാണ്. സുക്കൂരെ എന്താക്കാൻ അവിടെ? എന്റെ പത്തിരി അതി. സുക്കൂരെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വേറെ വെച്ച് പത്തിരി ഉണ്ടായിച്ചാ. എന്റെ പത്തിരി അതി. നിങ്ങളെ പേരെന്താ? കലന്തരാജി. ഉമ്മ പറഞ്ഞേക്കണേ. പിന്നല്ലേ നിങ്ങളില്ലേ എത്ര പത്തിരി തിന്നും? ആ, ഞാനൊരു 10-20 പത്തിരി തിന്നു. എന്റെ പഠിച്ചോനെ, അത് 3 പത്തിരിയേ ഉള്ളൂ. അതിനെന്തേ? നുള്ളി നുള്ളി തിന്നാലേ നുള്ളിയേ, നക്കി നക്കി തിന്നാലേ നക്കിയേ. ഉമ്മ പറഞ്ഞേക്കണേ. എന്റെ സ്പീഡിലെ ഇയാൾ തിന്നെ. ഞാനില്ലേ അയ്യുണ്ട് സ്കൂളിന് പട്ടാണിക്കടല വാങ്ങിനെ. പട്ടാണിക്കടല വാങ്ങിനെ. പട്ടാണിക്കടല. നിങ്ങൾ എന്തിനാണ് ഞാൻ സംസാരിക്കുമ്പോ പത്തിരി തിന്നുന്നേ? ഞാൻ സംസാരിക്കുമ്പോ പത്തിരി തിന്നു. ഞാനാണെങ്കിൽ സംസാരിക്കുമ്പോ പത്തിരി തിന്നൂലാലോ. ഈ തിന്നണ്ട, ഇല്ല ഞാന്. ആ, ഒന്ന് തിന്ന് തീരാനായില്ലേ? ഒന്ന് തിന്ന് തീരാനായി. ഉമ്മ പറഞ്ഞേക്കണേ. എന്ത് സ്പീഡിലെ അയാൾ തിന്നുന്നേ നോക്ക്. ആ നോക്കി. പിന്നല്ലേ ഞാനല്ലേ ബാംഗ്ലൂരിൽ പോയിനെ. ബാംഗ്ലൂരിൽ കല്യാണത്തിന് പോയിനെ. എന്തിനെങ്കിലും പോയി കൂറോ. നിങ്ങൾ എന്തിനാണ് ഞാൻ സംസാരിക്കുമ്പോ പത്തിരി തിന്നുന്നേ? ഞാൻ സംസാരിക്കുമ്പോ പത്തിരി തിന്നു പറഞ്ഞില്ല എന്നോട്. ഞാനാണെങ്കിൽ സംസാരിക്കുമ്പോ പത്തിരി തിന്നൂലാലോ. ഞാൻ തിന്നു, ഇല്ല ഞാന്. 2 എണ്ണം തിന്ന് തീരാനായില്ലേ? 2 എണ്ണം തിന്ന് തീരാനായി. 2 എണ്ണം തിന്ന് തീരാനായി. ഉമ്മ പറഞ്ഞേക്കണേ. എന്തെങ്കിലും പറഞ്ഞോട്ടെ. നോക്കി. ആ നോക്കി. പത്തിരിക്ക് ഉപ്പ് പുളിണ്ടോന്ന്? ഉപ്പ് പുളി ഇല്ല, എന്നാലും ഞാൻ തിന്നു. ഉപ്പ് പുളിണ്ടല്ലോ. പത്തിരിക്ക് ഉപ്പ് പുളിണ്ടല്ലോ. പത്തിരിക്ക് ഉപ്പ് കൊത്തി കൊത്തി തിന്നുന്നേ. 3 എണ്ണവും തിന്ന് തീർത്തില്ലേ? 3 എണ്ണവും തിന്ന് തീർത്ത്. 3 എണ്ണവും തിന്ന് തീർത്ത്. ഉമ്മ പറഞ്ഞേക്കണം. ഉമ്മ പറഞ്ഞേക്കണം. ഉമ്മ പറഞ്ഞേക്കണ്. ഈ കുറെ നേരം ഉമ്മ പറഞ്ഞിരിക്കണം പറയുന്നത് ഉമ്മ പറഞ്ഞിക്കാ പത്തിരി നീ തിന്നണ്ട. വല്യമ്മ മൂത്രമൊഴിക്കുന്ന ചട്ടിയിൽ വീണ പത്തിരിയാന്ന് ഉമ്മ പറഞ്ഞേക്കണം. ഉമ്മ പറഞ്ഞേക്കണം. ഉമ്മ പറഞ്ഞേക്കണേ.